ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മനഃപൂർവ്വമല്ല, അപ്പോഴത്തെ സാഹചര്യത്തിൽ താൻ ഒപ്പിട്ട് പോയതാണ് എന്ന് വിഷ്ണുവേട്ടനെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ്. അതേസമയം ശാലിനിയുടെ ഫോൺ വരുമ്പോൾ വിഷ്ണു കരുതുകയാണ്, എല്ലാം അവൾ അറിഞ്ഞിരിക്കട്ടെ, ഇനിയെങ്കിലും സത്യം തുറന്നു പറയുമോ എന്ന് നോക്കാം എന്നും പറഞ്ഞ് വിഷ്ണു തൻ്റെ ഫോൺ അവളുടെ കാൾ ഓൺ ആക്കിയിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ്. സർള പറയുന്നതൊക്കെ ഫോണിലൂടെ ശാലിനി കേൾക്കാനായിട്ട്. അന്നേരം ശാലിനി ഹലോ എന്ന് വയ്ക്കുന്നതിന് മുമ്പേ സർളയുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. വിഷ്ണുവും സുസ്മിതയുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് 100 വട്ടം സമ്മതമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിച്ചതല്ലേ എന്നൊക്കെ സർള പറയുന്നു. അന്നേരം ഭാമ പറയുകയാണ്, വിഷ്ണുവിന് മുമ്പ് 7:30 ശനിയായിരുന്നു, അത് ഞാനിപ്പോൾ അങ്ങ് ഒഴിപ്പിച്ചു വിട്ടു. തുടർന്നും സർള ചോദിക്കുന്നുണ്ട്, ശാലിനിയുടെ ഭാഗത്ത് നിന്നും ഇനി ഒരു നീക്കവും ഉണ്ടാവില്ലല്ലോ എന്ന്. അന്നേരം ഭാമ പറയുകയാണ്, അതല്ലേ ഞാൻ പറഞ്ഞത്, പൂർണ്ണമായിട്ടും ആ ശനി ഞാനങ്ങ് ഒഴിപ്പിച്ചു വിട്ടു എന്ന്. അന്നേരവും വിഷ്ണു ഫോൺ അടുത്തേക്ക് പിടിക്കുകയാണ്. അവർ പറയുന്ന സംസാരം ശാലിനി കേൾക്കാൻ വേണ്ടി. അന്നേരം വിഷ്ണുമോൻ്റെ അഭിപ്രായം കൂടി വേണമെന്ന് സർള പറയുകയാണ്. അന്നേരം എൻ്റെ ഇഷ്ടം തന്നെയാണ് അവൻ്റെയും ഇഷ്ടമെന്ന് പറയുമ്പോൾ സർള പറയുകയാണ്, അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ നേരിട്ട് കേൾക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുന്നു. എങ്കിൽ അവൻ പറയട്ടെ എന്ന് ഭാമ പറയുകയാണ്. അന്നേരം ശാലിനി നല്ലതുപോലെ ശ്രദ്ധിക്കുകയാണ് വിഷ്ണു എന്തു പറയുന്നു എന്നറിയാൻ വേണ്ടി. തുടർന്ന് സുസ്മിതയും വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്, വിഷ്ണുവിന് എതിരഭിപ്രായമാണോ അനുകൂലമാണോ പറയുന്നതെന്നൊക്കെ അറിയാനായിട്ട്. തുടർന്ന് വിഷ്ണുവിനോട് ഭാമ അഭിപ്രായം ചോദിക്കുമ്പോൾ ശാലിനി കേൾക്കാൻ വേണ്ടി തന്നെ വിഷ്ണു പറയുന്നുണ്ട്, ശാലിനിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഇതൊക്കെ മാർഗമുള്ളൂ എന്ന് മനസ്സിൽ ആലോചിച്ചിട്ട് അമ്മ എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ ഞാൻ ചെയ്യാമെന്ന് സങ്കടത്തോടെ വിഷ്ണു പറയുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ആ തീരുമാനം കേട്ട് ഫോണിലൂടെ കേട്ടങ്ങ് ഞെട്ടി നിൽക്കുകയാണ് ശാലിനി. അതേസമയം വിഷ്ണുവിൻ്റെ തീരുമാനം കേട്ട് ആകെ അങ്ങ് ഷോക്കായി സന്തോഷത്തിൽ നിൽക്കുകയാണ് സുസ്മിത. പക്ഷേ രാഘവൻ നായരും പ്രീതിയും വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്, വിഷ്ണു എന്താ ഇങ്ങനെ പറയുന്നതെന്ന് അറിയാനായിട്ട്. വിഷ്ണുവേട്ടൻ അങ്ങനെ വഴിക്ക് വന്നു, ബാക്കി ഞാൻ ഏറ്റു എന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് ഫോണും പിടിച്ചുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് ശാലിനി വരാന്തയിലിരുന്ന് പൊട്ടിക്കരയുന്നതാണ്. തുടർന്ന് കാണിക്കുന്നത് രാജേശ്വരിയും ബാലചന്ദ്രനും തമ്മിൽ സംസാരിക്കുന്നതാണ്. ബാലചന്ദ്രൻ വക്കീലിനോട് ഗോപാലകൃഷ്ണൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ രാജേശ്വരിയോട് പറയുന്നുണ്ട്. തുടർന്ന് അളിയൻ വക്കീൽ പറഞ്ഞതുപോലെ വിൽപത്രം തയ്യാറാക്കി വെച്ചാൽ നമുക്കൊന്നും കിട്ടില്ല, ഇപ്പോൾ ശാരദാമ്മയുടെ മക്കളോടുമല്ലേ ചായ്വ് എന്നൊക്കെ ബാലചന്ദ്രൻ രാജേശ്വരിയോട് പറയുന്നുണ്ട്. തുടർന്ന് വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജേശ്വരി അങ്ങ് പേടിപ്പിച്ച് സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം രാജേശ്വരി ചൂടാവുകയാണ്, നീ എന്നെ പറഞ്ഞ് ആദ്യ കയറ്റാതെ ഇനി നമുക്ക് ഇതൊക്കെ കിട്ടാനുള്ള വഴി എന്താണെന്ന് ആലോചിച്ച് പറയാൻ പറയുന്നു. അന്നേരം 2 വഴികൾ ബാലചന്ദ്രൻ പറയുകയാണ്. ആദ്യത്തെ വഴി, സ്നേഹത്തോടു കൂടെ അളിയനെ നമ്മുടെ അടുത്തേക്ക് നിർത്തുക. അന്നേരം അത് നടക്കില്ല എന്ന് രാജേശ്വരി പറയുകയാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു മുറിവ് വീണു കഴിഞ്ഞു, അതിന് ഉണങ്ങാൻ കഴിയില്ല, ആ വഴി നടക്കില്ല എന്ന് രാജേശ്വരി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. തുടർന്ന് 2ാമത്തെ വഴി പറയാൻ പറയുകയാണ് രാജേശ്വരി. അന്നേരം അത് ഇത്തിരി കടന്ന വഴിയാണെന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല, ഞാനെൻ്റെ യൗവനവും ജീവിതവും ഒക്കെ ഉപേക്ഷിച്ച് ഈ ഗോപാലകൃഷ്ണനെ കല്യാണം കഴിച്ചത് ഈ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ്, നീ എന്തായാലും പറയുന്ന ബാലചന്ദ്രനോട് പറയുകയാണ് രാജേശ്വരി. അളിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു വിൽപത്രം നമുക്ക് എഴുതി തരിക, അതാണ് 2ാമത്തെ വഴി എന്ന് പറയുമ്പോൾ, അത് നടക്കില്ലല്ലോ, നമ്മളോട് സ്നേഹത്തിലല്ലല്ലോ, ഒരിക്കലും എഴുതി തരില്ല എന്ന് രാജേശ്വരി പറയുന്നു. അന്നേരം അതിനുള്ള വഴി ഉണ്ടാക്കണമെന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. പരസഹായമില്ലാതെ അളിയനിവിടെ തളർന്നു കിടക്കുന്ന ഒരു സാഹചര്യം, അത് ചേച്ചിയൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു അവസ്ഥയിൽ അളിയൻ നമുക്ക് എഴുതി തരില്ലേ അതൊക്കെ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ തളർത്തിയിട്ട ഒരവസ്ഥയിൽ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അളിയൻ ഒപ്പിട്ട് തരും. അന്നേരം അളിയൻ എഴുതി തയ്യാറാക്കിയ വിൽപത്രം അളിയൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് കീറി കളയാമല്ലോ. പക്ഷെ അന്നേരം രാജേശ്വരി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചാൽ നമ്മളാണ് അത് ചെയ്തതെന്ന് എല്ലാവരും സംശയിക്കില്ലേ എന്ന്. അതിന് വേറൊരു ഐഡിയ പറയുകയാണ് ബാലചന്ദ്രൻ. തുടർന്ന് കഷായം പ്രയോഗിക്കാമെന്നും അത് കൂടുതൽ കൊടുത്താൽ ആളുകൾ തട്ടിപ്പോവും, പക്ഷേ അത് കൊടുക്കേണ്ട അളവിൽ തന്നെ കൊടുത്താൽ തളർന്ന് എവിടെയെങ്കിലും കിടക്കും, നമുക്ക് ആ വിദ്യ തന്നെ പ്രയോഗിക്കാമെന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. സ്വത്ത് കിട്ടാനായിട്ട് മറ്റു വഴികളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന രാജേശ്വരി ബാലചന്ദ്രൻ്റെ അഭിപ്രായത്തോട് സമ്മതിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശാലിനിയോട് ശാരദാമ്മ വന്ന് തിരക്കുകയാണ് എന്താണെന്ന്. അന്നേരം ഒന്നുമില്ല, കണ്ണിൽ കരട് പോയതാണെന്നൊക്കെ പറയുന്നു. അന്നേരം ശാലിനിയെ പിടിച്ചു നിർത്തിയിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, ഇനിയെങ്കിലും സത്യം നീ സത്യാമ്മയോട് ഫോൺ വിളിച്ച് പറയ്, അല്ലെങ്കിൽ വിഷ്ണുമോനെ നിനക്ക് നഷ്ടപ്പെടുമെന്നൊക്കെ. അതേസമയം അവിടേക്ക് ബുള്ളറ്റിലെത്തുകയാണ് വിഷ്ണു. തുടർന്ന് വിഷ്ണു വന്ന് ശാരദാമ്മയോട് പറയുകയാണ്, അമ്മേൻ്റെ കല്യാണം നിശ്ചയിച്ചു സുസ്മിതയുമായിട്ടെന്ന്. അന്നേരം ആകെ അമ്പരന്ന് ഞെട്ടി ശാലിനിയെ നോക്കുമ്പോൾ ശാലിനിക്കും അക്കാര്യം അറിയാം. ഇവളുടെയും അമ്മയുടെയും മോളുടെയും മൗനമാണ് ഇതിനെല്ലാം കാരണം. ഇനിയെങ്കിലും ഇവൾ സത്യം തുറന്നു പറഞ്ഞാൽ ഈ കല്യാണം നടക്കില്ല എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്.
തുടർന്ന് വിഷ്ണു ഉണ്ടായ സംഭവങ്ങളൊക്കെ ശാരദാമ്മയോട് പറയുകയാണ്. ശാലിനി പരീക്ഷ എഴുതിയതിൻ്റെ അന്നേ ദിവസം വൈകിട്ട് കാളിക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ വെച്ച് അമ്മ സത്യപരീക്ഷ ചെയ്യാനാണ് വിളിപ്പിച്ചത്. പക്ഷേ സത്യപരീക്ഷ പൂർത്തിയാക്കാതെ അവൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയതെന്നും പിന്നാലെ തുടർന്ന് ചെന്ന അമ്മ കണ്ടത് ഗർഭിണികൾക്കുള്ള മരുന്നും കൈപിടിച്ച് നിൽക്കുന്നതാണ് എന്നൊക്കെ പിന്നീട് അവിടെ വെച്ച് ഡിവോഴ്സ് പെറ്റീഷനിൽ ശാലിനി തന്നെ ഒപ്പിട്ട് കൊടുത്തു എന്നതുമൊക്കെയുള്ള കാര്യങ്ങൾ വിഷ്ണു ശാരദാമ്മയോട് പറയുന്നു. അതൊക്കെ കേട്ട് ആകെ ഞെട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിറച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. ഈ സംഭവങ്ങളൊക്കെയാണ് ഈ കല്യാണത്തിലേക്ക് വഴിതെളിച്ചതെന്നും പിന്നെ സ്വയം ജീവിക്കാനല്ല ആരെയോ രക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് ഇയാളിൽ കാണുന്നതെന്നും ഒക്കെ വിഷ്ണു സങ്കടത്തോടെ പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു വീണ്ടും ശാലിനിയെ പിടിച്ചുകുലുക്കി പറയുകയാണ്, എടോ ഇനിയെങ്കിലും ഇയാൾ സത്യം പറ, സത്യം പറഞ്ഞാൽ ഈ കല്യാണം നടക്കില്ല, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞാലും മതി എന്നൊക്കെ പറഞ്ഞ് ശാലിനിയുടെ ഫോണൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് വിഷ്ണു. പക്ഷേ അന്നേരവും തലകുനിച്ച് മൗനമായി നിന്ന് കരയുകയാണ് ശാലിനി. തുടർന്ന് ശാലിനിയോട് വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ്, സത്യം പറയടിയെന്ന്. അന്നേരം മിണ്ടാൻ നിൽക്കുമ്പോൾ ശാലിനിയെ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശാരദാമ്മ. അന്നേരം വിഷ്ണു വേണ്ടാന്നൊക്കെ പറയുമ്പോൾ മാറി നിൽക്കടാ അങ്ങോട്ടെന്നും പറഞ്ഞ് വിഷ്ണുവിനെയും തള്ളി മാറ്റുകയാണ് ശാരദാമ്മ. പിന്നീട് കുറേ സമയം ശാലിനിയെ അടിക്കുന്നുണ്ട് ശാരദാമ്മ. എന്നിട്ട് അവസാനം രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് നിന്നങ്ങ് പൊട്ടിക്കരയുകയാണ്. ശാലിനി നിന്ന് കരയുന്നത് കണ്ട് ആകെ വിഷമിക്കുകയാണ് വിഷ്ണു. അന്നേരം ശാരദാമ്മ വീണ്ടും സ്നേഹത്തോടെ ചോദിക്കുകയാണ്, പറയടി മോളെ, ഇനിയെങ്കിലും സത്യം നീ സത്യാമ്മയോട് പറയേ. വീണ്ടും ശാലിനിയുടെ കൈപിടിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, എടോ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഇനിയെങ്കിലും താൻ സത്യം അമ്മയോട് തുറന്നു പറയേ. അന്നേരം വിഷ്ണുവിനെ തട്ടിമാറ്റി ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ എന്നെ ഇഷ്ടമാണെന്ന് താൻ പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ? അന്നേരം കരഞ്ഞ് വിഷ്ണുവിൻ്റെ കൈപിടിച്ച് ശാലിനി പറയുകയാണ്, ഒരിക്കലുമില്ല. ഇനിയൊരു 100 ജന്മങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ അത് വിഷ്ണുവേട്ടനോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹമേ എനിക്കുള്ളൂ എന്ന്. അന്നേരം ദേഷ്യത്തോടെ വിഷ്ണു അലറുകയാണ്, എന്നിട്ടാണോ മറ്റൊരു പെണ്ണിന് എന്നെ നീ വിട്ടുകൊടുക്കുന്നത്? അന്നേരം ശാലിനി പറയുകയാണ്, ഇനിയൊരു 100 ജന്മം മുന്നിൽ വച്ചാലും വിഷ്ണുവേട്ടനെ വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. തുടർന്ന് വീണ്ടും വിഷ്ണു നിർബന്ധിക്കുകയാണ്. അന്നേരം ശാലിനി അർജുന് വാക്ക് കൊടുത്തത് ഓർക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പറ്റില്ല വിഷ്ണുവേട്ട, എനിക്ക് കുറച്ചുകൂടി സമയം അനുവദിക്കണം, എങ്കിലേ പറയാൻ പറ്റൂ. ശാലിനി സത്യം പറയില്ല എന്ന് മനസ്സിലാക്കിയ വിഷ്ണു അവസാന വാക്കെന്നോണം ശാലിനിയോട് പറയുകയാണ്, ഇനിയെല്ലാം തൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, പക്ഷേ അമ്മ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് വണ്ടിയെടുത്ത് പോവുകയാണ് വിഷ്ണു. അന്നേരം ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.